ചൂടാക്കി ഈ എണ്ണ ഒരു പരുവായി കണ്ടോ, തീർന്നു. ഇനിയിപ്പം ഞാറുന്ന മുടി ഒരു വർഷം കൊണ്ടാണ് ഇപ്പം ഉള്ളൊരു ഈ ഒരു ലെങ്തിലും ഈ ഒരു വോളിയത്തിലും ഞാൻ കാണിച്ചു തരാം കിടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് കാണിച്ചു തരാം, ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഉപയോഗിക്കുന്നത് ധരണി അമൃതിൻ്റെ ഈ ഒരു കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് കൊളാബറേഷൻ ആയിട്ടൊന്നും ആരും കാണല് കൊളാബറേഷൻ അല്ല. സോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാനും വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു. സോ നമുക്കിന്നൊരു ഹെയർ വാഷ് ഡേ ആയാലോ. ഒരു ചേഞ്ച് ആയിട്ട് തന്നെ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ഇത്രയും ഉണ്ടായിരുന്ന മുടി ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, അത്രയും ഉണ്ടായിരുന്ന മുടി ഞാൻ ഇത്രയും വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. പൊതുവെ എനിക്ക് വർത്താനം പറയാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. സോ ഞാൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാനിപ്പോൾ ചൂടാക്കാൻ വെച്ചേക്കുമായിരുന്നു. ചൂടാക്കി ഈ എണ്ണ ഒരു പരുവായി കണ്ടോ, തീർന്നു. ഇനിയിപ്പം ഞാൻ പുതിയ പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 5-8 ദിവസം കൊണ്ട് ആ സാധനം കിട്ടും. ഇപ്പം ഉരുക്കാൻ വെച്ചതാണ്, മൂട് തുള വീണ് പോയി. സോ ഞാൻ ഉപയോഗിക്കുന്നത് ധരണി അമൃതിൻ്റെ ഈ ഒരു കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് കൊളാബറേഷൻ ആയിട്ടൊന്നും ആരും കാണല് കൊളാബറേഷൻ അല്ല. സോ ഞാൻ ഉപയോഗിച്ച് എനിക്ക് മാറ്റം വന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറി. പിന്നെ ഇത് മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, അതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. സോ ഞാൻ മുടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും ഉണ്ടായിരുന്ന മുടി ഒരു വർഷം കൊണ്ടാണ് ഇപ്പോൾ ഉള്ളൊരു ഈ ഒരു ലെങ്തിലും ഈ ഒരു വോളിയത്തിലും ഞാൻ കാണിച്ചു തരാം കിടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് കാണിച്ചു തരാം, ഒക്കെ കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മുടി. ഞാൻ കുളിക്കുന്നതിന് മുമ്പും കുളിച്ച് കഴിഞ്ഞിട്ടും ഓയിൽ അപ്ലൈ ചെയ്യും കേട്ടോ. പൊതുവേ നമ്മൾ പറയും ഓയിലി സ്കിന്ന് തലയുള്ള ആൾക്കാർക്ക് അധികം ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കാൽപ്പാണ് കൂടുന്നത്. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും തലയാണെങ്കിലും മോയ്സ്ചർ ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ വെളിച്ചെണ്ണ ആവശ്യത്തിലധികം എടുത്ത്, കാരണം നമ്മളിപ്പോൾ ഷാമ്പു ചെയ്യുമല്ലോ, ഷാമ്പു ചെയ്യുന്നതുകൊണ്ട് തലയിൽ വെളിച്ചെണ്ണ കുളിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വെളിച്ചെണ്ണ നല്ലപോലെ അപ്ലൈ ചെയ്ത് തലയ്ക്ക് നല്ല മസാജ് കൊടുക്കും. പിന്നെ നമുക്ക് തല മസാജ് ചെയ്യാനായിട്ട് കുറേ ഇപ്പോഴത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നമ്മുടെ കൈ തന്നെയാണ്. കാരണം മുടി വളരാന്നുണ്ടെങ്കിൽ ഒരു കാര്യം, മുടിക്ക് മസാജ് നമ്മൾ കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കും. അതും ഒരുതരം പുള്ളിങ് മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ട് കോംബ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ കുറേ ചെറിയ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുടിക്ക് ഗ്രോത്ത് കൂടും. പിന്നെ നമ്മൾ ബാക്കി ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഞാൻ ഇപ്പം നിങ്ങളെ മുടി എണ്ണ വെച്ചിട്ട് ഞാൻ വലിച്ചു കാണിച്ചാൽ എന്തുമാത്രം മുടി പൊഴിഞ്ഞെന്നേ. ഒരു ബേസിക് മനുഷ്യൻ്റെ തലേന്ന് പോകുന്ന മുടി പൊഴിച്ചിലൊക്കെ ഉള്ളൂ, നോക്കിയാൽ അറിയാം. സോ കണ്ടല്ലേ, ഒരു 10-20 മുടി കാണുമായിരിക്കും. ഞാൻ എൻ്റെ കളക്റ്റീവായിട്ട് കഴിഞ്ഞ ഒരു മാസത്തെ മുടികൾ പൊഴിഞ്ഞത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാമേ. ഇതാണ് എൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ ഞാൻ കളക്ട് ചെയ്ത് വെച്ച ഹെയർ. നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഓരോ ഇതിലും ഓരോ കെട്ട്. കാരണം നമ്മൾ ഓരോ ദിവസത്തെ മുടി ഇങ്ങനെ എടുത്ത് ചുരുട്ടി ഒരെണ്ണത്തിനകത്തിട്ട് അങ്ങനെയല്ലേ വെക്കുന്നത്. സോ ഇത് എല്ലാം ഓരോന്നും ഓരോ ദിവസത്തെയാണ്. അങ്ങനെ 10-30 ദിവസത്തെ കൂടുതലുള്ള ഉണ്ടാവണം. കണ്ടില്ലേ, ഒരു മാസത്തെ മുടിയാണ് ഇത്രയും പൊഴിഞ്ഞത്. ആസ് കമ്പയർഡ് ടു മൈ ഓൾഡ് ഡേയ്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ചേഞ്ച് തന്നെ. നേരത്തെ പറഞ്ഞാൽ മുടി ഉള്ളപ്പോൾ നമുക്ക് മുടി പൊഴിയുമ്പോൾ ഭയങ്കര സങ്കടം വരും. അതും നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ നൂല് പൊലിങ്ങി പോകും, ഭയങ്കര സങ്കടമാണ് അത്. എനിക്കാണെങ്കിൽ പിന്നെ കിട്ടിയുമ്പോഴത്തേന് തീരെ വോളിയം ഇല്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. അത് വലിയൊരു സങ്കടമായിരുന്നു. എൻ്റെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് എന്നെ ഉപയോഗിച്ചത് ഈ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങൾക്കിത് നോക്കി തന്നെ അറിയാൻ പറ്റും ഞാനിത് എങ്ങനെയാണ് ഉപയോഗിച്ചത്. ഇതെല്ലാം ചളിങ്ങി. കാരണം ഹീറ്ററിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതിനകത്തിന് ഇല്ല വെളിച്ചെണ്ണതേ കണ്ട, ഇല്ല. ഞാനിങ്ങനെ ഉള്ളത് കാരണം കംപ്ലീറ്റ്ലി തീർന്നു. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ 2 കുപ്പി നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത്. ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ നാട്ടിൽ നിന്ന് വരാൻ നേരത്തെ പുള്ളി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോറിയാലിൻ്റെ ഈ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രീമി ലോങ് എന്നാണ് ഇതിൻ്റെ പേര്. സോ സ്കാൽപ്പിൽ നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാൻ ഇസാനയുടെ ലോക്ക് ആൻഡ് ത്രൗം എന്ന് പറഞ്ഞൊരു കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുടിയുടെ ഒരു നോർമൽ വേവി സ്റ്റൈലൊക്കെ നിലനിർത്തും. സോ ലാസ്റ്റ് ഞാനിത് റോസ്മേരി വാട്ടർ വെച്ചിട്ടാണ് തല വാഷ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതിന് ശേഷവും ഇച്ചിരി വെളിച്ചെണ്ണ തലയിൽ അപ്ലൈ, ഞാൻ വേറെ സെറം ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. കാരണം ഇത് ഞാൻ സ്കാൽപ്പിൽ വരട്ടില്ല, ജസ്റ്റ് മുടിയിൽ മാത്രമേ വരട്ടുള്ളൂ. പിന്നെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് മുടി ഡ്രൈ ചെയ്യാൻ നേരത്ത് ഹോട്ട് എയറിൽ ഡ്രൈ ചെയ്യുന്നതിന് നല്ലത് കൂളായിട്ടുള്ള എയറിൽ ഡ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് ഞാൻ ഹെയറിൽ ചെയ്യുന്ന എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ ആഴ്ചയിൽ 2 തവണയേ ഉള്ളൂ ഞാൻ തല കുളിക്കുകയുള്ളൂ. പിന്നെ ഡെയിലി റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്യും കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, റോസ്മേരി വാട്ടറിന് ഇച്ചിരി സ്റ്റെയിനൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം നിങ്ങളുടെ പഴയ തുണിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.